ഹായ് ഫ്രണ്ട്സ്, ബഡിമ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിത് ആ ബീഡ്സ് വെച്ചിട്ട് ഒരു ചെറിയ ക്രാഫ്റ്റ്, ഒരു സ്റ്റാറാണ് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന സ്റ്റാറാണ്. അപ്പോൾ ഇതിനിതാ ഒരു 40 mm ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം എന്താ ഒരു 4 ബീഡ്സ് കോർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ മിഡിലിൽ നിന്നാണ് തുടങ്ങാറ്. എപ്പോഴും ബീഡ്സ് വർക്ക് നമ്മൾ അങ്ങനെയാണ് ചെയ്ത് തുടങ്ങാറ്. ഇതിൽ പക്ഷെ കുറച്ച് വ്യത്യാസത്തിലാണ് കേട്ടോ ചെയ്യണത്. നാല് ബീഡ്സ് കോർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ക്രിസ് ക്രോസ് ചെയ്യാണ്. ക്രിസ് ക്രോസ് ചെയ്ത് സെൻറ്ററിലോട്ട് കൊണ്ടുവരണില്ല. ഈ ത്രെഡ് കുറച്ചൊന്ന് നീട്ടിയിട്ടിട്ട് ഇത്ര ഒരു ലെങ്ത്ത് മതി കേട്ടോ. നമ്മുടെ ഈ ഒരു 4 വിരൽ നീളം എന്നൊക്കെ പറയണ കൂട്ട് ഇത്ര ഒരു ലെങ്ത്ത് ഒരു സൈഡ്, ബാക്കിയുള്ളതിനെ നമുക്ക് വലിച്ചെടുക്കാം. നമുക്കിപ്പോൾ ഒരു സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കോർത്ത് കൊടുക്കാം. ഈ ലെങ്ത്ത് കൂടുതലുള്ള സൈഡിലേക്ക് 5 ബീഡിനെ കോർത്ത് കൊടുക്കാം നമുക്ക്. നാല് 5 ബീഡ് കോർത്തു ഇതിലേക്ക് അടുപ്പിച്ച് കൊണ്ടുവരാം. ഇനി നമുക്കൊരു സ്ക്വയർ വീണ്ടും ക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ സ്ക്വയറിന് വേണ്ടി നമുക്ക് 4 ബീഡാ വേണ്ടു. അപ്പോൾ ഈ ഒരു ബീഡ് വിട്ടിട്ട് ആദ്യം കോർത്ത് ഈ ഒരു ബീഡിനെ വിട്ടിട്ട് ബാക്കി 4 ബീഡിൽ ഏറ്റവും അറ്റത്തെ, അതായത് ഫസ്റ്റ് കോർത്ത ബീഡ് എടുക്കാം. 5 ബീഡിൽ ഒരു ബീഡ് ഒഴിവാക്കി ബാക്കി 4 ബീഡാക്കിയിട്ട് ആണ് എടുക്കണത് കേട്ടോ. 4-മത്തേൽ കോർത്തു. നമുക്കിപ്പോൾ 2 സ്ക്വയറായി കണ്ടല്ലോ. ഇങ്ങനെ വീണ്ടും 5 ബീഡ് കോർത്ത് കൊടുക്കാം. 5 ബീഡ് കോർത്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ബീഡ് വിടുക, രണ്ടാമത് കോർത്ത ബീഡിനെ എടുക്കുക. അതിലേക്കാണ് നമ്മൾ ത്രെഡ് കോർത്ത് സ്ക്വയറാക്കി എടുക്കുന്നത് കേട്ടോ. ഇത് ഈ ഒരു സ്റ്റെപ്പിന് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യണത്. അഞ്ച് ബീഡ് ഞാൻ കുറച്ചും കൂടെ നീക്കി വെച്ച് കാണിക്കാം, കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ. അടുത്ത് ഇവിടെ കൊണ്ടുപോയി കാണിക്കുമ്പോൾ ഏത് മുത്താണെന്നുള്ള ഒരു ഇത് നോക്കൂ. 5 ബീഡായിട്ടുണ്ട്. 5-ൽ നിന്ന് ഈ ഒരെണ്ണം കൂടെ നീക്കി വെച്ചു. ബാക്കി 4 നമ്മുടെ ത്രെഡിൻ്റെ തുമ്പിന് ഈ ഏറ്റവും ആദ്യം കോർത്ത മുത്തിലോട്ട് കൊണ്ടുവരാം. അതിലൊന്ന് കോർത്തെടുക്കാം. കണ്ടല്ലോ, അങ്ങനെ റൗണ്ടായിട്ട് വരണം. ക്രിസ് ക്രോസിങ് ടൈപ്പ് അല്ല, റൗണ്ടായിട്ട് വട്ടത്തിൽ വരണ രീതിയിലാണ് കേട്ടോ. ഇതാ കണ്ട, ഇങ്ങനെ നമുക്ക് സ്ക്വയർ വന്നാൽ ഇനി ഇതിനെ അടുപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വലിച്ചു കൊടുത്താൽ മതി. മുത്തിനെ ഇങ്ങോട്ട് വലിച്ചു കൊണ്ട് പോന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടോ, അപ്പോൾ 3 സ്ക്വയറായി. ഇതുപോലെ നമുക്ക് 3 എണ്ണം കൂടി ചെയ്തെടുക്കണം. റിപ്പീറ്റേഷനാണ് സ്റ്റെപ്സൊക്കെ. 5 ബീഡ് വെച്ചാണ് നമ്മൾ കോർക്കണതൊക്കെ കേട്ടോ. നമ്മളിപ്പോൾ 5-മത്തെ സ്ക്വയറാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോറി, 6-മത്തെ. നമ്മൾ 6 സ്ക്വയറാണ് ഇതിൽ വേണ്ടത്. ഇതാ, അപ്പോൾ നമ്മൾ 6-മത്തെ സ്ക്വയറും കംപ്ലീറ്റ് ചെയ്തു. കണ്ടല്ലോ, 1 2 3 4 5 6 സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ ജോയിൻ ചെയ്യാൻ നോക്കാം. ഇതാ, ഒരു മുത്ത് 6 സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു മുത്തെടുക്കുക. അതിലേക്ക് നമുക്ക് ക്രിസ് ക്രോസ് ആണ്. ക്രിസ് ക്രോസ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും നമ്മുടെ ത്രെഡ് കോർത്ത് കൊടുക്കുക. ഇതിനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ റൗണ്ട് കംപ്ലീറ്റ് ആയി. കണ്ടല്ലോ. ഇനി ഇതിനെ കെട്ടിടാനായിട്ട് നമുക്കിതിൽ ഈ ലെങ്ത്ത് കൂടിയ ഭാഗത്തിനെ ചുറ്റി കൊണ്ടുവരണം. ഇതിൽ ഓരോ ബീഡ്സിലും കോർത്ത്, എല്ലാ ബീഡ്സിലും കോർക്കാൻ നിൽക്കണ്ട, ഈ റൗണ്ട് ആയിട്ട് വന്നേക്കണ ഈ ഒരു ഭാഗത്ത് കൂടെ എല്ലാ ബീഡ്സിലും കോർത്ത് കൊടുക്കുക.
ഫസ്റ്റ് ബീഡായി. ഇങ്ങനെ ഈ ഒരു ഭാഗം ഇതിലേ ഇങ്ങനെ കോർത്ത് ഇവിടെ കൊണ്ടുവരാം. ഈ ത്രെഡ് നിൽക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് എത്തിക്കാം കേട്ടോ. നമ്മൾ ലാസ്റ്റ് ഈ ഒരു മുത്തിലും കൂടെ കോർത്തതാ ത്രെഡിനെ ഇങ്ങോട്ട് എത്തിച്ചു കേട്ടോ. നോക്കിയേ, ഒന്ന് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒന്ന് റൈറ്റ് സൈഡിൽ കൂടെ 2 സൈഡിൽ നിന്ന് വന്ന് ഒരുമിച്ച് എത്തിക്കണം ത്രെഡാട്ടോ. പിന്നെ ഇതിനെ നമുക്കിവിടെ കെട്ടാം. നല്ലോണം മുറുക്കി കെട്ടി വയ്ക്കാം. കെട്ടിക്കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ചെറുതായിട്ടൊരു ലൈറ്ററൊക്കെ കാണിച്ചൊന്ന് തീ ഉരുക്കിയൊക്കെ വയ്ക്കാട്ടെ. കാരണം ഈ ത്രെഡ് ടങ്കീസ് നമ്മൾ കെട്ടി വെച്ചാലും അഴിഞ്ഞു പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ മുത്തൊന്നും ഊരി പോരില്ല, കാരണം നമ്മളിതുപോലെ റോൾ ചെയ്ത് വന്ന കാരണം ത്രെഡിൻ്റെ എൻഡ് ഇവിടെ കിടന്നാലും ഇങ്ങനെ ഉള്ളിൽ കൂടെ കയറി വന്നിക്കണ കാരണം കൊണ്ട് അഴിഞ്ഞു പോവില്ല. ത്രെഡ് അഴിഞ്ഞാലും മുത്തുകൾ പോവില്ല. പിന്നെ വേണമെങ്കിൽ ഒരു സേഫ്റ്റിക്ക് അതങ്ങനെ ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ അതാ ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റാർ വന്നേക്കണത് കേട്ടോ. കണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മുടെ കുഞ്ഞ് പേൾ സ്റ്റാർ കംപ്ലീറ്റ് ആയിക്കണത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തേത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇയറിങ്സൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതിൻ്റെ വേറെ ഒരെണ്ണം കൂടി ഞാനിവിടെ ഉണ്ട് കേട്ടോ. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.